അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണയായി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നാം അത് അറിയുന്നില്ല. നാം ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ജോലിക്ക് പോകുമ്പോഴുമെല്ലാം ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അധികം ആളുകൾക്കും ഇത് അറിയുകയില്ല. അള്ളാഹുവിൻ്റെ 7 മലക്കുകൾ നമുക്ക് വേണ്ടി നന്മ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, രാത്രിയിലും പകലുമായി അള്ളാഹുവിൻ്റെ 2 വിഭാഗം മലക്കുകൾ ഇറങ്ങുമെന്ന്. അവർ നമ്മുടെ അടുക്കൽ വരികയും നമ്മുടെ നന്മകൾ കാണുകയും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഒരു വിഭാഗം മലക്കുകൾ നമ്മെ ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നവരാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന മലക്കുകളെ നാം ഇറക്കിയിട്ടുണ്ട് എന്ന്. സഹോദരങ്ങളെ, നാം യാത്ര ചെയ്യുമ്പോഴും ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും അതല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുമ്പോഴുമെല്ലാം പെട്ടെന്ന് ഒരു അപകടം വരികയും മുടിനാരിയ വ്യത്യാസത്തിൽ നാം അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നത് പതിവാണല്ലോ. എന്നാൽ ഇത് കാണുമ്പോൾ മറ്റുള്ളവർ പറയും, ഭാഗ്യം, അവൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. എന്നാൽ ഇത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതല്ല. കാരണം അവൻ മറ്റെല്ലാ വിഷയത്തിലും പിന്നിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ മലക്കുകളാണ് അവനെ സംരക്ഷിച്ചിട്ടുള്ളത്. മൂന്നാമതായിട്ട് നമ്മുടെ ഓരോ ശ്വാസത്തിലും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മലക്കുകളാണ്. നേരം വെളുക്കുമ്പോൾ ഒരു മലക്ക് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഇവനിക്ക് നന്മകൾ ചെയ്യുവാനും നന്മയിലൂടെ ജീവിതം നയിക്കുവാനും നീ തൗഫീക്ക് നൽകണേ എന്ന്. രാത്രിയായാൽ മറ്റൊരു മലക്ക് പറയും, അള്ളാഹുവേ, ഇവൻ ഇന്ന് ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ എന്ന്. നാലാമതായിട്ട് ഒരു വിഭാഗം മലക്കുകളെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ആമീൻ പറയുന്നവരാണ്. നാം അള്ളാഹുവിനോട് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നു. നാം ഒറ്റക്കല്ല, നാം ഒരിക്കലും ഒറ്റക്കാകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ആമീൻ പറയുന്നുണ്ട്. മാത്രമല്ല, നാം ചോദിച്ചതിൽ കൂടുതലായിട്ട് ആ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഇവൻ ചോദിച്ചത് തന്നെ നൽകണേ തമ്പുരാനെ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അഞ്ചാമതായിട്ട് ഒരു വിഭാഗം മലക്കുകളെ നമുക്ക് വേണ്ടി ഏത് സമയവും അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കുന്നവരാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വക്കൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു, നാം ഉടനെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയുകയും ചെയ്താൽ ആ മലക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പടച്ചവനെ, നീ ഇവനിക്ക് പുറത്തു കൊടുക്കണമേ തമ്പുരാനെ, ഇവൻ നല്ലവനാണ് റഹ്മാനെ. നാം ഒരാളോട് പുഞ്ചിരിച്ചാൽ, ഒരാൾക്കൊരു നന്മ ചെയ്താൽ, അതല്ലെങ്കിൽ ഒരാൾ നമ്മോട് ഒരു തെറ്റ് ചെയ്തപ്പോൾ നാം അദ്ദേഹത്തോട് ക്ഷമിച്ചാൽ, ഇത്തരം ചെറിയ നന്മകൾക്കെല്ലാം ആ മലക്ക് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടും. റഹ്മാനെ, ഇവൻ നല്ലവനാണ്, ഇദ്ദേഹത്തിനിക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആറാമതായിട്ട് ഒരു വിഭാഗം മലക്കുകളെ നാം മരണപ്പെട്ടതിന് ശേഷം എല്ലാ സമയവും, അള്ളാഹുവെ, ഇവന്റെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ, ഇവന്റെ ഖബറിൽ നീ സൗകര്യം ചെയ്തു കൊടുക്കണേ തമ്പുരാനെ, ഇവന്റെ ഖബറിനെ പ്രകാശിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ എന്നിങ്ങനെ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മലക്കുകളാണ്. സഹോദരങ്ങളെ, നാം ഇല്ലാത്ത സമയത്ത് പോലും അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏഴാമത്തെ വിഭാഗം നമ്മുടെ നന്മകൾക്ക് സാക്ഷിയാകുന്നവരാണ്. നാം ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ നന്മകളും വലിയ നന്മകളും, എന്തിനേറെ നാം ഒരാളോട് ചിരിച്ചാൽ അതുപോലും നമുക്ക് വേണ്ടി നന്മയായി രേഖപ്പെടുത്തി വെക്കുന്നു. നാളെ മഹ്ശറയിൽ നമുക്ക് അത് രക്ഷയാവുകയും ചെയ്യും. സഹോദരങ്ങളെ, അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹുവിൻ്റെ മലക്കുകൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നാം അറിയാതെ തന്നെ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും
നന്മകൾ ചെയ്യുകയും ചെയ്യുന്നു. അള്ളാഹുവേ, മലക്കുകൾ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാനു റഹീമുമായ അള്ളാഹ്, മലക്കുകൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ തമ്പുരാനെ. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും വേണം. നിങ്ങൾ കാരണം ഒരാളെങ്കിലും നന്നാവട്ടെ. നിങ്ങൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.